നമസ്കാരം. എല്ലാവർക്കും കുമാർ കണക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോട് വിശകലനം ചെയ്യാൻ പോകുന്നത് 2025 മെയ് 14 ഉണ്ടാകാൻ പോകുന്ന വ്യാഴമാറ്റം വഴി ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ആ ദോഷഫലങ്ങളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. കാരണം ഈ ഒരു വ്യാഴമാറ്റം മൂലം ഒരുപാട് പേരുടെ ജീവിതത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ കടന്നു വരും. പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴവും 3-ൽ നിൽക്കുന്ന വ്യാഴവും 8-ൽ നിൽക്കുന്ന വ്യാഴവും 12-ൽ നിൽക്കുന്ന വ്യാഴവും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അത് ഏത് മേഖലയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നതും ഏത് മേഖലയിലാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഒരാളുടെ ജാതകത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് വ്യാഴം. ഒരാളുടെ ജാതകത്തിലെ ഭാഗ്യം, ദൈവാധീനം, അനുഭവയോഗങ്ങൾ, ലഭിക്കുന്ന അവസരങ്ങൾ, പ്രയോജനപ്പെടുത്താനുള്ള അവസ്ഥ മുതലായവയെല്ലാം വ്യാഴത്തെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. മറ്റെല്ലാ ഗ്രഹസ്ഥിതികളും അനുകൂലമാണെങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി ദോഷകരമാണെങ്കിൽ അനുഭവ ഗുണം കുറയും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടും. ധാർമ്മികനും സാത്വികനുമാണ് വ്യാഴം. സകല ഗുണ സമ്പൂർണൻ എന്ന വിശേഷണം ഒരിക്കലും വ്യാഴത്തിന്റെ കാര്യത്തിൽ അതിശയോക്തിയാകുന്നില്ല. വേദശാസ്ത്രങ്ങൾ, നീതിന്യായം, ആചാര അനുഷ്ഠാനം, പലതരം ചിന്താ പദ്ധതികൾ, പഴയതും പുതിയതുമായ വിദ്യകൾ, കലകൾ എന്നിവയെല്ലാം ഉന്നതമായ ജ്ഞാനമുള്ളവനാണ് വ്യാഴം. ദീന, ദയ, ത്യാഗശീലം, നീതിബോധം തുടങ്ങിയ ഉത്തമ ഗുണങ്ങളുടെ ഇരിപ്പിടമാണ് വ്യാഴം. നന്മയിൽ വേരൂന്നിയ വ്യക്തിത്വവും തിന്മയോടുള്ള സന്ധിയില്ലാത്ത സമരവും ഈ ഗ്രഹത്തെ നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള സർവ ചൈതന്യത്തെയും ശുദ്ധീകരിച്ച് പ്രസരിക്കാനുള്ള കഴിവ് വ്യാഴത്തെ പോലെ മറ്റൊരു ഗ്രഹത്തിനുമില്ല. ബ്രഹ്മാവിന്റെ മാനസപുത്രനായ അങ്കിരസ് മഹർഷിക്ക് വസുധയിൽ പിറന്ന പുത്രനാണ് വ്യാഴം. തപസ്യയിലൂടെ വ്യാഴം ദിവ്യശക്തികളും ഉന്നത വിദ്യകളും കരസ്ഥമാക്കി. അങ്ങനെയാണ് ദേവന്മാരുടെ ഗുരുവായി തീർന്നത്. ശിവന്റെ ശുപാർശ പ്രകാരമാണ് ബ്രഹ്മാവ് വ്യാഴത്തെ ഗ്രഹമാക്കിയത്. ബൃഹസ്പതി, ദീക്ഷണൻ, വാചസ്പതി, ജീവൻ, ചിത്ര, ശിഖണ്ഡിജൻ, ദേവഗുരു, ഗുരു തുടങ്ങിയ പേരുകൾ വ്യാഴത്തിനുണ്ട്. താരയാണ് വ്യാഴത്തിന്റെ പത്നി. വ്യാഴത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്ന കഥകൾ പുരാണത്തിലുണ്ട്. ദേവന്മാരുടെ ബുദ്ധികേന്ദ്രം വ്യാഴം തന്നെയാണ്. വ്യാഴം ഓരോ വർഷം കൂടുമ്പോഴാണ് രാശി മാറുന്നത്. പ്രത്യേകിച്ച് വ്യാഴം ജാതകത്തിൽ 6, 8, 12 തുടങ്ങിയ സ്ഥാനങ്ങൾ നിൽക്കുന്നത് നന്നല്ല. ഇത് ഗോചരവശാലും അത്ര നല്ലതല്ല. പുത്രകാരകനാണ് വ്യാഴം. ഓർമ്മശക്തി, സ്ത്രീകൾക്ക് ഗർഭപാത്ര തകരാറുകൾ, ഉദരരോഗങ്ങൾ, തലചുറ്റൽ, രക്തസമ്മർദ്ദം എന്നിവ വ്യാഴദോഷത്താൽ വന്നേക്കാം. വ്യാഴം ദുർബലമായ വ്യക്തികൾക്ക് കർമ്മശക്തിയിലും ഈശ്വരവിശ്വാസത്തിലും പാരമ്പര്യ വിശ്വാസത്തിലും കുറവ് വരും. വ്യാഴദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള പരിഹാരങ്ങൾ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. നാരായണീയം, നാരായണ കവചം, ലക്ഷ്മി നാരായണ സ്തോത്രം, വിഷ്ണു സഹസ്രനാമം മുതലായ സ്തോത്രങ്ങൾ ഭക്തിപൂർവം പാരായണം ചെയ്യുന്നതും നല്ലതായിരിക്കും. ഗുരുവായൂർ, തിരുപ്പതി എന്നീ പുണ്യസ്ഥലങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും അതിവിശിഷ്ടം തന്നെ. മഹാവിഷ്ണുവിന് മഞ്ഞ പട്ടുടയാട സമർപ്പിക്കുന്നതും സ്വർണം കൊണ്ടുള്ള എന്തെങ്കിലും ആഭരണം ശരീരത്തിൽ അണിയുന്നതും ദക്ഷിണാമൂർത്തി സ്തുതികളും ഗുരുഗായത്രിയും ജപിക്കുന്നത് വ്യാഴദോഷ ശാന്തിക്ക് സഹായകമായ കർമ്മമാണ്. പ്രത്യേകിച്ച് ഈ വ്യാഴദോഷം വന്നിരിക്കുന്നവര് എല്ലാ വ്യാഴാഴ്ചകളിലും പറ്റുമെങ്കിൽ മഹാവിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും 4 പ്രദക്ഷിണം ചെയ്ത് ഭാഗ്യസൂക്തവും നെയ്വിളക്കും തുളസിമാലയും തൃക്കൈവെണ്ണയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും. പ്രത്യേകിച്ച് വ്യാഴം മോശസ്ഥാനത്തേക്ക് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അവരുടെ ഓറയിലെ ആ എനർജി വളരെയധികം കുറയുന്നതാണ്. അപ്പോൾ വ്യാഴസങ്കല്പമുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുമ്പോൾ
അവർക്ക് ആ പ്രത്യേക രീതിയിലുള്ള ആ ഒരു ശക്തി ലഭിക്കുകയും ഊർജ്ജം ലഭിക്കുകയും അവരുടെ കർമ്മരംഗത്തും അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ മികവ് പുലർത്തേണ്ട എല്ലാ മേഖലകളിലും അവർക്ക് വളരെയധികം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുകയും അതുവഴി ഉയർച്ച ലഭിക്കുകയുമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ മെയ് മാസം 14 തീയതി ഉണ്ടാകാൻ പോകുന്ന വ്യാഴമാറ്റം മൂലം ചെറിയ ദോഷങ്ങൾ അനുഭവിക്കാൻ കാത്തു നിൽക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ചും വ്യാഴാഴ്ചകളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ദർശിക്കാൻ സാധിക്കുന്നതാണ്.